കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് അധ്യാപിക അലീന ബെന്നി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബന്ധുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ആ മൊഴിയുടെ വിശദാംശങ്ങൾ 24 ലഭിച്ചു. നിയമനത്തിന് കോഴ നൽകി എന്നാണ് പ്രധാനപ്പെട്ട മൊഴി. അലീനയുടെ മാതാപിതാക്കൾ, സഹോദരിമാർ എന്നിവരുടെ മൊഴിയാണ് താമരശ്ശേരി പോലീസ് രേഖപ്പെടുത്തിയത്. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ദീപക്, എന്തൊക്കെ വിവരങ്ങൾ അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്? ഇപ്പോൾ പണം നൽകി എന്ന് ഇവർ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റിനെ പ്രതി ചേർത്ത് പോലീസിന് കൂടുതൽ നടപടികളിലേക്ക് പോകേണ്ടി വരുമല്ലോ, ഉറപ്പായും അല്ലേ? വിജയകുമാർ, ഇതിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കേണ്ടി വരും. കാരണം ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ആത്മഹത്യാ പ്രേരണാ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് 4 പേരുടെ മൊഴിയെടുത്തു. അതായത് ഈ അലീന ടീച്ചറുടെ പിതാവ്, അദ്ദേഹത്തിൻ്റെ മൊഴി, അച്ഛൻ്റെ മൊഴിയും ഒപ്പം തന്നെ രണ്ടാനമ്മയുടെയും 2 സഹോദരിമാരുടെയും മൊഴിയെടുക്കുകയാണ്. ഈ മൊഴിയിൽ വളരെ കൃത്യമായ ചില വിവരങ്ങൾ, നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇല്ലാത്ത തസ്തികയിലേക്കാണ് നിയമനം നടക്കുന്നത്. അതായത് അവിടെ ഒരു ഒഴിവ് നിലവിലുണ്ടായിരുന്നില്ല. ആ ഒഴിവില്ലാതെ ഒരു നിയമനം നടക്കുന്നു ആദ്യത്തെ സ്കൂളിൽ. അത് കഴിഞ്ഞ് ആ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുന്നു, സെൻറ് ജോസഫ് സ്കൂളിലേക്ക് മാറ്റുന്നു. ഈ മാറ്റത്തിനിടയിലെ 5 വർഷവും പണം കിട്ടിയില്ല, ശമ്പളം ഒന്നും കിട്ടിയില്ല. ആ ശമ്പളം കിട്ടാത്തത് മാനസികമായ പ്രയാസത്തിന് ഇടയാക്കി എന്ന കൃത്യമായ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ നിയമനത്തിന് കോഴ നൽകി 13 ലക്ഷം രൂപ കോഴ നൽകി എന്ന മൊഴി കൂടി ബന്ധുക്കൾ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. മാത്രവുമല്ല, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിലേക്ക് പോലീസ് കടക്കുന്നു. വിജയകുമാർ ചോദിച്ചതുപോലുള്ള ഒരു നടപടിയിലേക്ക് സ്വാഭാവികമായും ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലേക്ക് പോലീസിന് കടക്കേണ്ടി വരും തുടർന്നുള്ള തെളിവെടുപ്പിന് ശേഷം എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. വിജയകുമാർ, യെസ്, അലീനയുടെ മാതാപിതാക്കൾ, സഹോദരിമാർ എന്നിവരുടെ മൊഴി താമരശ്ശേരി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോഴ നൽകി എന്ന് അവർ മൊഴി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടിയിലേക്ക് പോലീസിന് കടക്കേണ്ടി വരും. വിശദാംശങ്ങളാണ് ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് നൽകിയത്. ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചിരുന്നു. അതിലും മാനേജ്മെന്റ് വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലും ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പിനും കൂടുതൽ വകുപ്പുതല നടപടികൾ സ്വീകരിക്കേണ്ടി വരും.